ബോഡി ബിൽഡിംഗ് താരങ്ങളെ പോലീസിൽ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ച് നിയമനം നൽകിയതിൽ വിവാദം. ദേശീയ അന്തർദേശീയ താരങ്ങളെ പിന്തള്ളിയാണ് ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് നിയമനം നൽകിയത്. ഒളിമ്പ്യനായ എം ശ്രീശങ്കറിനെയാണ് DGP ശുപാർശ ചെയ്തത്. എന്നാൽ ഈ ശുപാർശ ആഭ്യന്തര വകുപ്പ് തള്ളിയാണ് രണ്ടുപേർക്ക് നിയമനം കൊടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചത്. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ് അജീഷ്, പറയൂ. എന്തായാലും സംസ്ഥാനത്തു നിന്നുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് അല്ലെങ്കിൽ കായിക താരങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ ദേശീയ ഇവന്റുകൾ, പ്രത്യേകിച്ച് ഒളിമ്പിക്സ് പോലുള്ള ഇവന്റുകളിൽ പങ്കെടുക്കുക എന്നുള്ളത്. കേരളത്തിൽ നിന്ന് ഒട്ടനവധി താരങ്ങൾ ഇത്തരത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഈ 4 ദിവസം മുമ്പ് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് 2 ബോഡി ബിൽഡിംഗ് താരങ്ങൾക്ക് ആംഡ് പോലീസ് ബറ്റാലിയനിൽ ഇൻസ്പെക്ടർ റാങ്കിൽ ജോലി നൽകാൻ, നിയമനം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. അത് 2 പേർ, ഒന്ന് ചിത്രേഷ് നടേശനും മറ്റൊന്ന് കണ്ണൂർ സ്വദേശിയായ ഷിനു ചൊവ്വയുമാണ്. ഇവർ 2 പേരും അവരുടേതായിട്ടുള്ള മേഖലകളിൽ മികച്ച നേട്ടം കൈവരിച്ചവർ തന്നെയാണ്. മലയാളികൾക്കും രാജ്യത്തിനും തന്നെ അഭിമാനിക്കാവുന്ന നേട്ടം കൈവരിച്ചവർ തന്നെയാണ്. പക്ഷേ ഇതിലെ പ്രശ്നം ഇവിടെയല്ല. കാരണം ഇത് വ്യവസ്ഥകൾക്കും ചട്ടങ്ങളും ലംഘിച്ചാണ് ഇവർ നിയമിച്ചതെന്നാണ് ഇപ്പോൾ ഒരു ആക്ഷേപം ഉയരുന്നത്. കാരണം ഇവർ പങ്കെടുത്ത ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് ഏതെങ്കിലും ഒരു അംഗീകൃത ഏജൻസി അല്ലെങ്കിൽ ഒളിമ്പിക് കമ്മിറ്റി പോലെ, അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി പോലെയോ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പോലെയുള്ള ഏതെങ്കിലും അംഗീകൃത ഓർഗനൈസേഷൻ നടത്തുന്ന ഇവന്റുകളിലെ ഒരു കായിക ഇനമല്ല. പ്രത്യേകിച്ച് ഈ സ്കൂൾ ഗെയിംസിൽ പോലും ഒരു കായിക ഇനമല്ല ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകതര മറ്റു ചില ഏജൻസികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ സംഘടിപ്പിക്കുന്ന കായിക മത്സരം മാത്രമാണ് ഈ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ്. അതുകൊണ്ടാണ് ഈ സംഭവം വിവാദമാവുന്നത്. ഈ 2022 ടോക്കിയോ ഒളിമ്പിക്സിൽ ലോങ് ജമ്പിൽ പങ്കെടുത്ത ആളാണ് മലയാളിയായ പാലക്കാട് സ്വദേശിയായ ശ്രീശങ്കർ മുരളി എന്ന മലയാളികളുടെ അഭിമാന താരം. ഇദ്ദേഹം 2022 ടോക്കിയോ ഒളിമ്പിക്സിന് ശേഷം അദ്ദേഹത്തിന് രാജ്യം അർജുന അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളടക്കം ഇദ്ദേഹത്തിന് അതിനുശേഷമാണ് DGP ഇദ്ദേഹത്തിന് ആംഡ് പോലീസ് ബറ്റാലിയനിൽ SI ആയിട്ടോ ഇൻസ്പെക്ടറായിട്ടോ ജോലി നൽകണമെന്നൊരു ശുപാർശ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നൽകിയത്. പക്ഷേ ചട്ടം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞ് അന്ന് ഈ ആവശ്യം തള്ളുകയായിരുന്നു. അവരുടെ കുടുംബാംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം നേരിട്ട് കണ്ടെങ്കിലും ഇന്ന് സ്നേഹപൂർവ്വം ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് തന്നെ 2 പേരെ നിയമിക്കാൻ തീരുമാനിച്ചത്. ഇത് 2 പേരും ഇടത് സഹയാത്രികരെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണോ ഇവർക്ക് ചട്ടം ലംഘിച്ച് ജോലി നിയമനം നൽകിയത് എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും ഈ നിയമനം നൽകാനുള്ള മന്ത്രിസഭയുടെ തീരുമാനത്തിന് DGP ഇതുവരെയ്ക്കും ഉത്തരവിറക്കിയിട്ടില്ല. DGP എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, താങ്ക് യു അജീഷ് ജയകുമാർ.